പകൽ സമയത്തെ കനത്ത ചൂടും മുക്കം ടൗണിലെ ഗതാഗതക്കുരുക്കും ഇനി പ്രശ്നമല്ല. മുക്കത്ത് നൈറ്റ് ഷോപ്പിങ്ങിന് അവസരമൊരുക്കി മുക്കത്തെ വ്യാപാരികൾ വ്യാഴാഴ്ച മുതൽ രാത്രി 11:30 മണി വരെ ടൗണിലെ കടകൾ തുറന്ന് പ്രവർത്തിക്കുമെന്ന് യൂണിറ്റ് ഭാരവാഹികൾ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പകൽ സമയത്തെ കഠിന ചൂടിനെയും മുക്കം ടൗണിലെ രൂക്ഷമായ ഗതാഗതക്കുരുക്കിനെയും പേടിക്കാതെ ഷോപ്പിംഗ് നടത്താനാണ് ഉപഭോക്താക്കൾക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി മുക്കം യൂണിറ്റ് അവസരമൊരുക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി വ്യാഴാഴ്ച മുതൽ രാത്രി 11:30 വരെ ടൗണിലെ കടകൾ തുറന്ന് പ്രവർത്തിക്കുമെന്ന് യൂണിറ്റ് ഭാരവാഹികൾ മുക്കത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. റംസാനിലെ പ്രാർത്ഥനകൾക്ക് മുടക്കം വരാതെ ഷോപ്പിംഗ് നടത്തുന്നതിനും ഇതുമൂലം സാധിക്കും. പെരുന്നാൾ വിപണി കൂടുതൽ ഊർജ്ജസ്വലമാക്കുന്നതിനും ഇതുമൂലം സാധിക്കുമെന്നും വ്യാപാരി നേതാക്കൾ പറഞ്ഞു. അങ്ങാടിയിലെ തുണിക്കടകൾ, കൂൾബാറുകൾ, ഫുട്വെയർ ഷോപ്പുകൾ, സൂപ്പർ മാർക്കറ്റുകൾ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിലെ വ്യാപാര സ്ഥാപനങ്ങളാണ് തുറന്ന് പ്രവർത്തിക്കുക. നമുക്കറിയാം, മുക്കത്ത് ഇപ്പോൾ വ്യാപാര സ്ഥാപനങ്ങൾ പുതിയ സാഹചര്യം അനുസരിച്ചുകൊണ്ട് ഇപ്പം നമുക്ക് പരീക്ഷയും അതുപോലെ തന്നെ വെയിലിൻ്റെ ചൂടൊക്കെ വളരെ കാഠിന്യം കൂടിയൊരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ വർഷം ഇതുപോലെ നമ്മൾ വളരെ വിപുലമായി തന്നെ ആ വിഷയം നിങ്ങളെ ശ്രദ്ധയപ്പെടുത്തുകയും വ്യാപാരികൾ അനുസരിച്ച് ആവശ്യമായിട്ട് ഒരുക്കങ്ങൾ പൂർത്തീകരിക്കുകയും ആളുകൾക്ക് വളരെ സൗകര്യപ്രദമായി സാധനങ്ങൾ വാങ്ങിപ്പോകാനുള്ള സൗകര്യം ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. മുക്കത്തിൻ്റെ പ്രത്യേക സാഹചര്യം നമുക്കറിയാം. പല സ്ഥലങ്ങളിലും റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അവിടെ വാഹനങ്ങൾ വരാനും പാർക്ക് ചെയ്യാനൊക്കെയുള്ള വിഷയങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് ഇത്തവണ നമ്മൾ രാത്രി 11:30 വരെ നമ്മളെ പെരുന്നാൾ വിപണി സജീവമാക്കാൻ വേണ്ടിയാണ് സംഘടന തീരുമാനിച്ചിട്ടുള്ളത്. ഏകോപന സമിതിയുടെ മെമ്പർമാരും കൃത്യമായി ഈ വിഷയം അവരെ ശ്രദ്ധയപ്പെടുത്തിയപ്പോൾ വളരെ താല്പര്യത്തോടുകൂടി കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ ഈ വർഷവും തുറന്ന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരുക്കങ്ങൾ അവർ സജ്ജീകരിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് പി അലി അക്ബർ, ജനറൽ സെക്രട്ടറി VP അനീസ്, ട്രഷറർ ഡിറ്റോ തോമസ്, ചാലിയാർ അബ്ദുസലാം, CK ഹാരിസ് ബാബു എന്നിവർ പങ്കെടുത്തു. CTV പ്രാദേശിക വാർത്ത മുക്കം.